അങ്ങനെ കേരളം പോളിംഗ് ബൂത്തിലെത്താൻ 12 നാൾ ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. പാലക്കാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണം. CPM സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴ ജില്ലയിലെ പ്രചരണം നേരിട്ട് വിലയിരുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ധാർമ്മിക ഉത്തരവാദിത്തം സംബന്ധിച്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ചർച്ചയാക്കുകയാണ് UDF-ഉം BJP-യും. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയാണ് കോൺഗ്രസിന്റെ പ്രചാരണം. റിനു ശ്രീധർ, വിപിൻ സി വിജയൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നതാണ്. ആദ്യം റിനുവിലേക്ക് പോകുന്നു. റിനു, അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത്, ഇന്നലെ എന്നല്ല, കഴിഞ്ഞ 3-4 ദിവസമായി ആഞ്ഞു കത്തുന്നത് ഡീൽ വിവാദം തന്നെയാണ്. മുഖ്യമന്ത്രി പാലക്കാട് ജില്ലയിലുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴയിലുണ്ട്. ഡീലിന്റെ തുടർ ചർച്ചകൾ തന്നെ പ്രതീക്ഷിക്കണോ, അതോ ശബരിമല അടക്കം വികസനമടക്കം പുതിയ കാര്യങ്ങളിലേക്ക് ഇന്നെങ്കിലും കടക്കും എന്ന് പ്രതീക്ഷിക്കാമോ? റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആഷ്മി, ക്രിസ്റ്റീന. എന്തായാലും തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സ്റ്റാർ ക്യാമ്പയിനർമാരെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം എത്തി എല്ലാ മുന്നണികൾക്കും ക്യാമ്പയിൻ നടത്തുന്ന സജീവമായി കഴിഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട് ഉണ്ട്. ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഡീൽ വിവാദം തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഒപ്പം നമുക്കറിയാം, തെക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനമായ വിവാദങ്ങൾ ഉയർന്നു വന്ന മണ്ഡലമാണ് നേമം. നേമത്ത് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മന്ത്രി വി ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖരനെ വികസന സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടി ഇരിക്കുന്നത്. മറ്റൊന്ന്, പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരും ഞായറാഴ്ച എത്തും, ക്യാമ്പയിനിൽ പങ്കെടുക്കും. തൃശ്ശൂർ വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. അടുത്ത മാസം 3-ാം തീയതി 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രചാരണത്തിന് വേണ്ടി തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലുള്ള ക്യാമ്പയിനുകൾ. ഒപ്പം ഇന്നലെ നമ്മുടെ റിപ്പോർട്ടറോടാണ്, അല്ലെങ്കിൽ നമ്മുടെ പരിപാടിയിലാണ് മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ തുടർക്കഥയാവുകയാണ്. അതേപോലെ തന്നെയാണ് ഈ കടകംപള്ളിക്കൊപ്പം അവിടെ മത്സരിക്കുന്ന ശരത്ചന്ദ്ര പ്രസാദ് UDF കാൻഡിഡേറ്റാണ്. അദ്ദേഹം ഒരു കുപ്രസിദ്ധ ഗുണ്ടയുമായി പ്രചാരണത്തിന് ഇറങ്ങിയത് നമ്മൾ ഇന്നലെ വാർത്തയായി നൽകിയിരുന്നു. അതിൽ തുടർ വിവാദങ്ങളും തുടർ ചർച്ചകളും മറുപടികളും ഒക്കെ തന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് ഇനി 12 ദിവസമാണ് ഉള്ളത്. ആദ്യഘട്ട പ്രചാരണം അവസാനിപ്പിച്ചു, 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ മണ്ഡല പര്യടനത്തിലാണ്, സ്വീകരണ പരിപാടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. റോഡ് ഷോയും അതുപോലെ തന്നെ ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പ്രചാരണമൊക്കെ അവസാനിപ്പിച്ച് തുറന്ന വാഹനത്തിൽ എല്ലാ വാർഡുകളിലും എത്തി, എല്ലാ ജംഗ്ഷനുകളിലും എത്തി ഇപ്പോൾ വോട്ടുകൾ തേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പ്രധാന ചർച്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീൽ വിവാദം തന്നെയാണ്. ഹാഷ്മി, കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.